ഇത് സാറേ ഇത് ഡെങ്കിപ്പനിയാണോ അല്ലെ ഇത് പനിയാണോ അവര് വന്ന് ചോദിക്കും. അപ്പൊ അവരെ താല്പര്യത്തിന് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ ചെയ്യിക്കേണ്ടി വരും. വേണ്ടാത്തെല്ലാം കഴിക്കുന്നതിന് വെച്ചിട്ട് പണ്ട് എന്റെ ചെറുപ്പത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള സുഖമുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് അതൊക്കെ അപൂർവ. നമ്മള് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ യുദ്ധം 1971 1971 വാറിന് വേണ്ടി നമ്മളെ കൊണ്ടുപോയത്. ആ വാറിൽ ഞാൻ അതിന്റെ ഏറ്റവും മുന്നിൽ 12,000 ഫീറ്റ് ഹൈറ്റിലായിരുന്നു. ആണോ? അത് ഇത് സ്നോ ഉള്ള സീസൺ. നമസ്കാരം. സമൂഹത്തിലെ പ്രശസ്ത വ്യക്തികളുടെ അനുഭവങ്ങളും അറിവും പങ്കുവെക്കുന്ന മലബാർ ചാനലിൻ്റെ ഇവിടം അല്പനേരം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് അതിഥിയായി വന്ന് എത്തിയിരിക്കുന്നത് കൊയിലാണ്ടിയിലെ പ്രശസ്തനായിട്ടുള്ള ശിശുരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കെ ഗോപിനാഥാണ്. സ്വാഗതം സാർ. സാറ് 19 വർഷമായി കൊയിലാണ്ടിൽ എത്തിയിട്ടെന്നാണ് മനസ്സിലാവുന്നത്. കണ്ണൂർ ജില്ലക്കാരനായിരുന്നു. അതെ. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണെന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. അച്ഛൻ നമ്മുടെ ചെറുപ്പത്തിൽ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പയ്യന്നൂര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പേരുകെട്ട സ്ഥലമാണ് പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹമൊക്കെ എല്ലാവരും കേട്ടിരിക്കും. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തായിട്ടുള്ള എല്ലാവരും എനിക്കറിയാം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ വിസിറ്റിന്റെ സമയത്ത് അദ്ദേഹം തന്നെയായിരുന്നു അവരുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആ പരിപാടിക്കൊക്കെ. പിന്നെ പുറത്തിറങ്ങി നടന്നുകൊണ്ട് പുള്ളിക്ക് പിന്നെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴേ തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അവിടുന്ന് പങ്കെടുത്തിരുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു, ഏകദേശം 4-5 വയസ്സുള്ള സമയത്തൊക്കെ ആയിരുന്നു. അവിടെ തന്നെയാണ് ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ അവിടുത്തെ പയ്യന്നൂർ മിഷൻ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്നു. ആ സമയത്തൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ വളരെ എല്ലാ ജനങ്ങളും അതിൽ മുഴുകിയിരിക്കുന്ന സമയമായിരുന്നു. ദിവസവും ജാഥ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. എല്ലാവരും വളരെ നല്ല ഒരു 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 പരിപാടിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വൈകുന്നേരം പോയി നിൽക്കും നമ്മൾ ജാഥ കാണാനൊക്കെ. പിന്നീടുള്ള പഠനം അവിടെ തന്നെയായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ കുറച്ച് പഠിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഫാദറിന് ട്രാൻസ്ഫർ വന്നു. അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ പട്ടാമ്പിക്കടുത്തുള്ള ചാത്തന്നൂർ അവിടെ പോയി 2 കൊല്ലം പഠിച്ച്. ജോലി എന്തായിരുന്നു? അച്ഛന് ഹെഡ് മാസ്റ്റർ ഹൈസ്കൂളിൽ മാഷായിരുന്നു. ഹെഡ് മാസ്റ്റർ ആയിട്ട് തന്നെ കംപ്ലീറ്റ് റിട്ടയർ ചെയ്ത്. അപ്പോൾ അവിടെ പോയി പിന്നെ പാലക്കാടിനടുത്ത് കൊടുവായൂരുണ്ട്, അവിടെ ഒരു ഹൈസ്കൂളിൽ അവിടെ ഒരു കൊല്ലം നിന്ന്. അതൊക്കെ അച്ഛൻ്റെ ആ രീതി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഞാനും സ്കൂൾ മാറിക്കൊണ്ടിരുന്നു. ലാസ്റ്റിൽ ഇന്നത്തെ എത്തിച്ചേർന്നത് പഴയങ്ങാടി മാട ഹൈസ്കൂളിൽ. അവിടെ 3 കൊല്ലം പഠിച്ച് അവിടെ നിന്നാണ് SLC പാസ്സായത്. അത്ര വരെ അവിടെയുള്ളൂ. അത് കഴിഞ്ഞ ശേഷം പിന്നെ കോളേജിലേക്ക് പോയത് അവിടെ നിന്ന് ഈ ബ്രിണ്ടൻ കോളേജ്, തലശ്ശേരി ബ്രിണ്ടൻ കോളേജ്. അത് ഒരു കൊല്ലത്തേക്ക് പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ആയി, ഇപ്പോഴത്തെ പ്രീ ഡിഗ്രി അല്ല. അത് കഴിഞ്ഞപ്പോഴും നമ്മൾ മെഡിസിനിലൊരു സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് പണ്ട് കാലത്തിന്, ഇപ്പോഴും അതില്ല. പ്രീ മെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് UC കോളേജ് ആലുവയിൽ അവിടെ 1 കൊല്ലം പ്രീ മെഡിക്കൽ ഉണ്ട്. അതുപോലത്തെ എഞ്ചിനീയറിംഗ് കിട്ടുന്നവർക്ക് പ്രീ എഞ്ചിനീയറിംഗ്, വെറ്റിനറി കിട്ടുന്നവർക്ക് അവർക്കെല്ലാം 1 കൊല്ലം ഈ ട്രെയിനിങ് നടത്തുന്നത്. അത് നമുക്ക് UC കോളേജായിട്ട് കുറച്ച് ചുരുക്കം കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കലിലേക്ക് പോകുന്നത്. മെഡിക്കൽ കോളേജ് 4 കൊല്ലം ഇത് പഠിച്ച് 1 കൊല്ലം ഹൗസ് സയൻസ് ചെയ്ത് അതെല്ലാം തീരുമ്പോൾ എല്ലാം കൂടി 68 അത് തീർന്നിട്ടുണ്ടാവും. 67 ജോയിൻ ചെയ്തു. അപ്പോൾ 65 66 നമ്മൾ തീർന്നു. 67 പരീക്ഷയെല്ലാം കഴിഞ്ഞോണ്ട് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അവർ പോസ്റ്റ് ചെയ്യും. അന്ന് ഡോക്ടേഴ്സ് ഇല്ല സർവീസിൽ. നമ്മൾ കേരള ഗവൺമെന്റിൽ സർവീസിൽ വളരെ ഡിമാൻഡ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞോണ്ട് നമ്മൾ സെലക്ഷൻ വേറെ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി 1 കൊല്ലം കഴിഞ്ഞിട്ട് PSCന്റെ ടെസ്റ്റ് വെച്ചു. അല്ല അത്ര വരെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്ര സ്കാർസിറ്റി ഉണ്ടായിരുന്നു അറിയാം. അങ്ങനെയാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. അവിടെ 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നീട് കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് സർവീസിലേക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹെൽത്ത് സർവീസ് തന്നെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഹെൽത്ത് സർവീസ് തന്നെയാണല്ലോ അവിടുത്തെ ഗവൺമെന്റ്. പക്ഷെ അതെല്ലാം PSC ചെയ്യുന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് PSC തരുന്നത്. അത് ഇതെല്ലാം ആഡ് ചെയ്തു, സർവീസ് കയ്യിൽ ആഡ് ചെയ്തിട്ട് തന്നത്.
അപ്പൊ ഇതില് കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസ് ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് തോന്നുന്നു ഈ പട്ടാളത്തിൽ ഇടയ്ക്ക് ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചത് പറയുന്നുണ്ട്. അതെ, ഈ പട്ടാളത്തിലെ സേവനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളതായിരിക്കും. കാരണം മറ്റ് ഹെൽത്ത് സെന്ററിൽ ജോലി ചെയ്യുന്ന പോലെയല്ലല്ലോ പട്ടാള ഫീൽഡിലുള്ള ഡോക്ടർമാരുടെ സേവനം എന്ന് പറയുന്നത്. പലതരം ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും, യുദ്ധ രംഗത്ത് പോകേണ്ടി വരും, മുറിവേറ്റവരുണ്ടാവും. അങ്ങനെ ഒരു വല്ലാത്തൊരു പട്ടാള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സാറിന് ഓർമ്മിക്കാൻ പറ്റിയ അത്തരം പട്ടാള ഡോക്ടറായിട്ടുള്ള പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അതെന്ന് വെച്ചാൽ 1969 ഞങ്ങൾ റിക്രൂട്ട് ചെയ്തത് പട്ടാളത്തിലേക്ക്. നിർബന്ധ സേവനമായിരുന്നോ? നിർബന്ധം എല്ലാവരും ഗവൺമെന്റ് അവർ റിക്വസ്റ്റ് ചെയ്ത്, സെൻട്രൽ ഗവൺമെന്റ്. അവർക്ക് ഡോക്ടേഴ്സ് ഇല്ല. ഇവിടെയുള്ള പറഞ്ഞ പോലെ തന്നെ പട്ടാളത്തിന് ഡോക്ടേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പൊ അതുമല്ല, ഒരു വാർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവരെ ഇന്റൻഷൻസ് വെച്ചിട്ട് ഒരു വാറ് വരുന്നവർക്ക്. അപ്പൊ അതിനെ സജ്ജമാക്കേണ്ടതിലേക്ക് വന്ന ഡോക്ടർ. ഇപ്പൊ കേരളത്തിൽ നിന്ന് 2 ബാച്ച്, ഓരോന്നിലും ഏകദേശം 40 പേരും വെച്ച ഡോക്ടേഴ്സിനെ അവർ സെലക്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പോകുന്നത് ഈ ലക്നോയിൽ ഇതിന് കമാൻഡ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു 3 മാസം ട്രെയിനിങ് വരും ലക്നോയിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞ പോലെ ഈ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നേരെ അത് കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം തന്നെ നമ്മളെ ഫോർവേഡ് ഏരിയ ഈ ജമ്മു കാശ്മീർ ബോർഡറിൽ കുപ്പാട്, ഇപ്പോൾ എല്ലാവരും കിട്ടുന്ന കുപ്പാട് എന്നൊക്കെയാണ്. കുപ്പാടിന്റെ ഏറ്റവും ബോർഡറിൽ അവിടെ നിന്ന് രാവിലെ നടന്നാൽ രാത്രി എത്തും. ഇങ്ങനെ ബോർഡർ ഏരിയയിൽ അവിടെ നടത്താണ്. ഇപ്പം പണ്ടത്തെ പോലെ ഫോണില്ല, ഇതെല്ലാം ഒന്നുമില്ല. നമ്മൾ രാവിലെ ഒക്കെ നടക്കാം. മുകളിൽ ഈ കുന്ന് കയറുക. താഴത്ത് 5000 ഫീറ്റാണ്. പക്ഷേ ഈ പോസ്റ്റിലൊക്കെ ചില 12 to 13,000 ഫീറ്റ് ഹൈയിലാണ് പോസ്റ്റുള്ളത്. അവിടെ ജവാന്മാരൊക്കെ ഉണ്ടാവും. അവർ പോയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ പോകണം. അതുകൊണ്ട് ഈ ബോർഡർ ഏരിയയിൽ ഒരുമാതിരി എല്ലാ പോസ്റ്റിലും ഞാൻ പോയിട്ട് വളരെയധികം പോസ്റ്റ് വരും. ഒരു 10-50 പോസ്റ്റിൽ ഞാൻ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം അവിടെ നിൽക്കുക, പിന്നെ ആദ്യം താഴത്തെ വേറെ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയാണ്. ഇതിനിടയിൽ യുദ്ധം നേരിടേണ്ടി വന്നു. യുദ്ധം 1971 1971 വാറിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോയത്. ആ വാറിൽ ഞാൻ അതിന്റെ ഏറ്റവും മുന്നിൽ 12,000 ഫീറ്റ് ഹൈറ്റിലായിരുന്നു. ആണോ? അതും ഇത് സ്നോ ഉള്ള സീസൺ, ജമ്മു കാശ്മീരിൽ സ്നോ ഉള്ള സീസണിലായിരുന്നു. അപ്പൊ 2 ആഴ്ച 3 ആഴ്ച പാകിസ്ഥാൻ യുദ്ധമായിരുന്നു. ബംഗ്ലാദേശ് മറ്റേ കിഴക്ക് ഭാഗത്താണ്, ഇത് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പൊ ഈ യുദ്ധത്തിന് അന്ന് പേരിട്ട തന്നെ കാക്ടസ് ലില്ലി എന്നാണ് യുദ്ധത്തിന്റെ പേര്. കാക്ടസ് എന്ന് വെച്ചാൽ നമ്മൾ പാകിസ്ഥാൻ സൈഡിൽ കാക്ടസ് പോലെ മുള്ള പോലെ കുത്തുന്ന ആൾക്കാരാണ് ഉള്ളത്. ലില്ലി എന്ന് വെച്ചാൽ ഒന്നും എതിർപ്പില്ല. അപ്പൊ ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ അവര് കീഴടങ്ങി. ലക്ഷത്തോളം പട്ടാളക്കാരാണ് അവിടെ കീഴടങ്ങി. നമ്മൾ ചേട്ടൻ അവര് വാർ ശരിക്കും നടന്നിട്ടില്ല, അവരെല്ലാം പേടിച്ചിട്ട് കീഴടങ്ങി. പക്ഷെ ഈ സൈഡിൽ ഭയങ്കര വാറായിരുന്നു. അതിലാണ് ഞാൻ പെട്ടത്. അതിൽ 2 ആഴ്ച ഞാൻ അവിടെ നിന്ന് അതിൽ സർവീസ് ചെയ്തതിന് 2 വാർ സർവീസ് മെഡൽ സംഗ്രാം മെഡൽ, വെസ്റ്റേൺ സ്റ്റാർ, വെസ്റ്റേൺ ഇങ്ങനെ മെഡൽ എന്ന് വരെ വന്നിട്ടുണ്ട്. ഈ ഭടന്മാരെ ശുശ്രൂഷിച്ചതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തന്നാണ്. അതന്നെ. അതിന് മോള് ഞങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയല്ല, ഇത് ഞങ്ങൾ പോകുന്നത് RMO എന്നുള്ള പേരില്ല, റെജിമെന്റൽ മെഡിക്കൽ ഓഫീസർ. ഒരു യുദ്ധം ചെയ്യുന്ന ബറ്റാലിയന്റെ കൂടെ ഒരു RMO ഉണ്ടാവും. അങ്ങനെ പോയത് കൂട്ടത്തിലാണ് ഞാൻ വിട്ടത്. നമുക്കും സാധ്യത ഉണ്ടാവൂല യുദ്ധത്തിന്റെ പ്രതീക്ഷിക്കണം. നമ്മുടെ കയ്യില് സ്റ്റൺ ഗൺ വരും. ഡോക്ടേഴ്സിന് സ്റ്റൺ ഗൺ. അതൊന്ന് വെടിവെച്ചാൽ ഒരു 10-100 ഉണ്ട് നേരെ ഇങ്ങനെ പോകും. നമ്മൾ വാറിന്റെ സ്ഥലത്ത് കൊണ്ടുപോകണം. അതാണ് ഈ ലക്നൌവിൽ തന്ന പരിശീലനം. അതെ ലക്നൌ. അപ്പൊ അത് നേരെ പുറത്ത് പോയിട്ട് അവരെ കൂടെ എന്നിട്ട് പോവുക ഈ വാറ് ചെയ്താലുള്ള സ്ഥലത്ത്. അപ്പൊ ഏറ്റവും വെടി കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ പോകണ്ട, പക്ഷെ മുന്നിൽ നിൽക്കുന്നവരെ ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് എല്ലാ സൗകര്യം കിട്ടുന്ന വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതെവിടെയാ കിട്ടുന്ന അവിടെ കുഴി ഒഴിച്ചിട്ട് ട്രഞ്ചർ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ടെന്റ് കെട്ടിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഈ വാറിൽ ഇഞ്ചോർഡ് ആയിട്ട് കൊണ്ടുവരുന്നവരെ ഇതിൽ വെച്ചിട്ട് നമ്മൾ പ്രൈമറി എഴുതി കൊടുക്കുക. ചോര വന്നവര് വേദനക്കുള്ള മോർഫിൻ ഇഞ്ചക്ഷൻ, ഈ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കെട്ടിക്കൊടുക്കുക, ഈ ഗ്ലൂക്കോസ് വേണ്ടുന്നത് കൊടുക്കുക, അങ്ങനത്തെ ഇതെല്ലാം കൊടുത്തിട്ട് സ്പ്ലിന്റ് വെച്ച് ഫ്രാക്ചറായ ഫ്ലിന്റ് ഇതെല്ലാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ സ്ട്രെച്ചർ പേര് എന്ന് പറഞ്ഞ കുറച്ച് പേര് നമ്മൾ ഇതിൽ അവരെ എടുത്തിട്ട് അവർ മുകളിൽ ഈ 12,000 ഫീറ്റിന് താഴെ 5,000 അടി താഴത്തേക്ക് ഇതിൽ തന്നെ കൊണ്ടുപോകും. അതിൽ ചിലപ്പോൾ 3-4 മണിക്കൂർ എടുക്കും. അന്നത്തെ സ്ഥിതി വളരെ മോശമായിരുന്നു. പിന്നെ ഇനി അവിടെ ഈ യുദ്ധത്തിൽ ആർക്ക് മുറിവേറ്റ് മരിച്ചു കഴിഞ്ഞാല് ഞങ്ങളെല്ലാം കൂടി തന്നെ ഞങ്ങൾ തന്നെ അവിടെ ഇവരെ ക്രിമിയേറ്റ് ചെയ്യും. ക്രിമിയേറ്റ് ചെയ്യുന്ന വെച്ചാല് അവിടെ നമുക്ക് ഇതുണ്ടാവും, പെട്രോളൊക്കെ ഉണ്ടാവും സപ്ലൈ. പെട്രോളിന്റെ സപ്ലൈ വെച്ചാൽ അത് വെച്ചിട്ട് കൊടുത്ത് ഇപ്പൊ സ്നോയിലാണ് ഇതാണ് വെക്കുക. പക്ഷെ അവിടെ പൈൻ ട്രീസ് ഉണ്ട്, പൈൻ ട്രീസ് വെട്ടിയിട്ടാണ് ഇവരെ വെക്കുക. അപ്പൊ ഇതിൽ കൊടുത്തു കഴിഞ്ഞാല് ഈ പെട്രോൾ വെച്ച് കത്തുമ്പോൾ പിന്നെ ഈ പൈൻ ട്രീസിൽ അതിൽ പൈൻ ഓയിൽ ഉണ്ട്, അതുകൊണ്ട് വേഗം തീ പിടിക്കാം. അപ്പൊ ഈ ബോഡി കത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ പോലെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കുന്ന സമ്പ്രദായമേ ഇല്ല. ചില അവർക്ക് പറ്റില്ല, വേറെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്ലെയിനും മറ്റു കുഞ്ഞുങ്ങളൊന്നുമില്ല. ഈ പട്ടാള സേവനത്തിൽ തുടരാതെ പിന്നീട്
വീണ്ടും കേരള ഗവൺമെന്റിന്റെ സർവീസിലേക്ക് വരുന്നത് ഇവിടെ നിന്നുള്ള ഒരു ഡെപ്യൂട്ടേഷൻ പോലെ പോയത് കൊണ്ടാണോ? അതെ, ഡെപ്യൂട്ടഡ്. ആ ആ സർവീസ് ഘട്ടം കഴിഞ്ഞപ്പോ തിരിച്ച് കേരള ഗവൺമെന്റ് സർവീസ് നമുക്ക് തിരിച്ചു കിട്ടും. ആദ്യം സർവീസ് തിരിച്ചു വന്നപ്പോഴും സാറിനൊരു മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ അപൂർവമായി കിട്ടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു തടവ് പുള്ളിയെ അന്ത്യ നിമിഷങ്ങളിൽ അയാളെ പരിശോധിക്കേണ്ടി വന്നതും അത്തരമൊരു അനുഭവം ജയിലിൽ ഉണ്ടായപ്പോൾ. ഇല്ല, സെൻട്രൽ ഈ തൂക്കിക്കൊല്ലം ജുഡീഷ്യൽ ഹാങ് എന്ന് വെച്ചാൽ ജുഡീഷ്യൽ ഹാങ് നമ്മൾ ഒരാളെ കൊല്ലുകയായിരുന്നു. നമ്മൾ ഡോക്ടർ നിലയിൽ ശരിക്കും രക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഇതിലും നമ്മൾ പെട്ടു പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതിനുള്ള എന്താ വെച്ചാൽ എൻ്റെ ഈ വിധിക്കപ്പെട്ട് ഈ പ്രതി അന്ന് ഒരു ബാലപീഡനം നടത്തിയിട്ട് കുട്ടീനെ കൊന്നത്. ഒരു ബാലപീഡനം നടത്തിയിട്ട് അധികം വയസ്സല്ല, കണ്ടിട്ട് ഒരു 10-30 വയസ്സൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾ അതിന്റെ തലേദിവസം തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇയാളെ കംപ്ലീറ്റ് ആ സെല്ലിൽ കണ്ടം സെല്ലുണ്ട്, അതിന് പുറത്തേക്ക് ഇവർക്ക് വരാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് ഇയാൾ ഫിറ്റാണ്, സൂക്കേടൊന്നുമില്ലാണ്. പിന്നെ അവർക്ക് എന്താ ഭക്ഷണം എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ അവർക്ക് അന്ന് തന്നെ ഇവർ പറയും, അത് ഇവർ കൊടുത്തോളും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതിനുള്ള ഈ വെളിച്ചം വരുന്നതിന് മുമ്പ് ഇവർ തൂക്കി കൊല്ലണം. അപ്പം ഇത് തൂക്കി കൊല്ലുന്നതിന് നമ്മളുടെ ഒരു ടീം ഉണ്ടാവും, അത് സാക്ഷിയായിട്ട്. അത് അവിടുത്തെ ജയിലർ, സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട്, 3-4 വേറെ അസിസ്റ്റന്റ് ജയിലേഴ്സ്, മജിസ്ട്രേറ്റ്, ഞാൻ, ഡോക്ടർ, ഇവരെല്ലാം കൂടിയിട്ട് ആ റൂമിൽ നിൽക്കണം. ഇത് ഗാലസ് എന്ന് പറഞ്ഞ റൂമുണ്ടല്ലോ, ഇത് തൂക്കുന്ന റൂമിൽ നമ്മൾ അവിടെ നിന്ന് നമ്മളെ പ്രസൻസിലാണ് കൊല്ലുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അതിനൊരു സാക്ഷിയാണെന്നുള്ള, കൊല്ലുന്നതിന് സാക്ഷിയാണെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന്, അപ്പോൾ അന്നത്തെ എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഇത് കൂട്ടത്തിൽ മജിസ്ട്രേറ്റ് ഇങ്ങനെ തന്നെ യാതൊരു മരിച്ചവരെന്നെ കാണുന്നതില്ലല്ലോ, വിധിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് അവിടെ തലചുറ്റി അയാൾ അവിടെ നിന്ന് നമ്മൾ മാറ്റേണ്ടി വന്നു. തെറ്റി വീഴുന്നില്ല. പക്ഷെ നമുക്ക് തലയൊന്നും ചുറ്റിയില്ലെന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് തീരുന്നിരുന്ന് കണ്ടു. അപ്പോൾ താഴത്ത് പോകുമ്പോൾ നമുക്ക് നേരെ മുമ്പിൽ കാണാം, താഴത്ത് വരിക പിടക്കൊക്കെ ചെയ്യും. പിടച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് താഴത്ത് ഇറങ്ങണത് നേരെ നോക്കലല്ല, ആ തൂങ്ങുന്ന സ്ഥലത്ത് തന്നെ ഈ സ്റ്റെപ്സ് ഉണ്ട്, ആ താഴത്ത് വന്ന് നമ്മൾ ഒരു കാര്യം, നമ്മളൊക്കെ ടെൻഷനുള്ള സമയമാണ്. ഇപ്പം നമ്മളവിടെ പോയി ഇരുന്നിട്ട് ഇയാളെ നോക്കി അവിടെ അടുത്ത് എന്നാലും പേടിയാണ്, അടുത്തിന് പോകാൻ തന്നെ പേടിയാണ്. പക്ഷെ അടുത്ത് പോയിട്ട് നമ്മൾ ഇത് സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒച്ച കേൾക്കാം ഹാർട്ടിന്റെ. നമ്മളെ ഹാർട്ട് അതിലും കൂടുതൽ ഇടിച്ചോണ്ടിരിക്കും, ഇവര് ഹാർട്ട് അടിക്കുന്നത് എന്തെന്ന് പറയാം. അപ്പോൾ നമ്മളെ കൺഫ്യൂഷനാണ്, പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കട്ടെ, ഇയാളെ ഒരു കാമണിക്കൂർ നിൽക്കട്ടെ, എന്നിട്ട് അന്നേരം മരിച്ചിരിക്കുന്നത്, എന്നിട്ട് ഇറക്കിയിട്ട് നമ്മൾ നേരെ സർട്ടിഫിക്കറ്റ് എഴുതി കൊണ്ടുപോയത്. കൊയിലാണ്ടി എത്തിയിട്ട് ഒരു 50 വർഷക്കാലമായി. ഈ കാലഘട്ടത്തില് കൊയിലാണ്ടിയിൽ എത്തിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ഈ ഹെൽത്ത് സർവീസിൽ നിന്ന് പട്ടാളത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് നേരെ കൊയിലാണ്ടി എത്തിയ ഒരു സാഹചര്യം എന്തായിരുന്നു? ഒന്ന് ഈ നമ്മുടെ ജയിലിലെ അനുഭവം പറഞ്ഞല്ലോ, ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ അവിടെ നമുക്ക് മടുത്തു. ഈ കണ്ണൂർ തന്നെ അവിടെ ഇങ്ങനെ രക്ഷപ്പെടുന്നുള്ള ഒരു വിചാരം. പിന്നെ ഇങ്ങനെ വിട്ടുപോയാൽ. അപ്പൊ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു പോസ്റ്റ്, പീഡിയാട്രിഷ്യന്റെ പോസ്റ്റ് കൊയിലാണ്ടിൽ ഒഴിഞ്ഞു കിടക്കും, ആരും ഇല്ല വരാൻ. അന്നേരത്തെ പറഞ്ഞ ഉടനെ തന്നെ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ. പിന്നെ ഇവിടെ നിന്ന് മാറേണ്ടി വന്നിട്ടില്ല. മാറേണ്ടി വന്നെങ്കിൽ അടുത്തടുത്തുള്ള ഈ ഹെൽത്ത് സെന്റേഴ്സ്, ഇപ്പൊ ഉള്ളേരി ഹെൽത്ത് സെന്ററിൽ, കീഴേരൂർ ഹെൽത്ത് സെന്റർ, അങ്ങനെയുള്ള ഏരിയ, പിന്നെ വയനാട് പൊഴുതന, ഇതെല്ലാം പോയി വരാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചിട്ടാണ് എല്ലാവർക്കും വരും. ഏറ്റവും നല്ലൊരു ട്രെയിനിങ് കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ CK രാമേന്ദ്രൻ, ഡോക്ടർ CB ശിവാർ, ഇവരുടെ അതേ വാർഡിലായിരുന്നു. അപ്പൊ അവരെടുക്കുന്നാണ് ഇത് ഒരുമാതിരിയൊക്കെ പഠിച്ചത്, ട്രീറ്റ്മെന്റ് ആസ്പെക്ട് ഒക്കെ എങ്ങനെയാണ്. അനാവശ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഡോക്ടർ നിങ്ങൾ എന്തിനാ ഈ ടെസ്റ്റ് ചെയ്ത്, അതിന് ആൻസർ ചെയ്യണം നമ്മൾ. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എവിടെ പോയാലും ബ്ലഡ് കംപ്ലീറ്റ് എക്സാം ചെയ്യാൻ, സുഖം ഉണ്ടോ ഇല്ലോ എന്നല്ല, ഒരു ബ്ലഡ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളവിടെ ഈ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ TC ഇങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ അത് എന്തിനാ ഇത് നോക്കുന്നതെന്ന് ചോദിക്കും. അതിലൊന്നില്ലേ ഞങ്ങൾ ചീത്ത പറയും. അത് അങ്ങനെയുള്ള ട്രെയിനിങ് ആയിരുന്നു അവിടെ കിട്ടുക. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കാൻ എനിക്ക് തോന്നൂല. മനസ്സിലായി, എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ, ഇപ്പം ഡെങ്കു ആണ് സംശയം, ഡെങ്കുവിന് ടെസ്റ്റ് ചെയ്തു, ടൈഫോയിഡ് ആണെങ്കിൽ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്തു, അല്ലാതെ വെറുതെ ഇത് എഴുതി കൊടുക്കാൻ നമുക്ക് അതുപോലെ സ്കാനിങ് അതേ തന്നെ നമ്മൾ സസ്പെക്ട് ചെയ്താൽ മാത്രമേ സ്കാനിങ് ഇതിൻ്റെയൊക്കെ ആവശ്യം. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിന്റെ കൂടെ ആയിരുന്നു അത്, അവരെ കീഴിൽ വർക്ക് ചെയ്തതിന്റെ ഗുണം മാത്രം. ഇപ്പം ഡോക്ടർ CK രാമേന്ദ്രനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഡോക്ടർ CK രാമേന്ദ്രന്റെ ഒരു അനുഭവക്കുറിപ്പ് ഞാൻ വായിച്ചായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ സാറിനെ പോലെയുള്ള ഈ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഒരുപക്ഷെ അവർക്ക് മിനിമം ഡിഗ്രി ഒക്കെ ഉണ്ടാവും.
സി കെ രാമേന്ദ്രൻ ഉദാഹരിക്കുന്നത് മൊകേരിയുള്ള പത്മനാഭൻ ഡോക്ടറെ. ഫേമസ് ആയിരുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജ് സി കെ രാമേന്ദ്രൻ സാറ് മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിന്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നത് മൊകേരിയുള്ള പത്മനാഭൻ ഡോക്ടറുടെ റഫറൻസ് ഷീറ്റുകൾ പരിശോധിക്കണം, കാര്യമായി നോക്കണം എന്ന് പറയും. അത് നിങ്ങൾ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട രേഖയെ ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കണം എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കേസ് എന്ന് പറഞ്ഞാല് മൊകേരിയുള്ള പത്മനാഭൻ ഡോക്ടർ ഒരു കേസിന്റെ അകത്ത് റഫറൻസ് ഷീറ്റിന്റെ അകത്ത് സസ്പെക്ടഡ് കേസ് ഓഫ് അമീബിയാസിസ് എന്ന എന്തോ ഒരു എന്താ പറയുക രക്തത്തിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു അസുഖത്തെ കുറിച്ച് അയാളുടെ ഒരു നിരീക്ഷണം അങ്ങനെയായിരുന്നു. പക്ഷേ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പഠിക്കുന്ന കുട്ടികൾ അതൊരു കാർസനിക് ആയിട്ടുള്ള റക്ടം ആ രീതിയിലാണ് അവർ കണ്ടത്. പക്ഷേ സി കെ രാമേന്ദ്രൻ കറക്റ്റ് ഇദ്ദേഹത്തിന്റെ റെഫറൻസ് ഷീറ്റിലെ ഫൈൻഡിങ്സും കൂടി വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കിയപ്പം പത്മനാഭൻ ഡോക്ടർ പറഞ്ഞായിരുന്നു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെയുള്ള ചില അധികായകന്മാരുണ്ടായിരുന്നു, പത്മനാഭം ഡോക്ടറെ പോലെയുള്ള ആളുകളെ പറ്റി. അതുപോലെ കൊയിലാണ്ടിയാണ് സാറിന് ശശിരോഗ രംഗത്തുള്ള ഇതുപോലുള്ള അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് ഈ പരിചയം പുതിയ തലമുറയ്ക്ക് പഠിക്കുന്ന കാര്യത്തിൽ സാറിന് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇത്രയും കാലത്തെ എന്താ പറയാ നോക്കാൻ വേണ്ടി ആരും അങ്ങനെ ഇല്ല. സംശയം ഉണ്ടെങ്കിൽ അവര് റെഫർ ചെയ്ത് വിടുമ്പോ പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് പറയുന്നില്ല. അത് ഞാൻ പറയാൻ കാരണം സാറിന്റെ വേറൊരു ഫൈൻഡിങ്സിനെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. ഒരു പനി ഇങ്ങനെ വ്യാപിക്കുന്ന ഘട്ടത്തിൽ ഈ പനി ഇങ്ങനെ ഒരു തക്കാളിപ്പനി അല്ലേ, ടൊമാറ്റോ ഫീവർ അതാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംശയം സാർ പറഞ്ഞു. പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ട് കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ, അതായത് ഒരു കേസ് വരുന്ന കാര്യത്തിൽ അതിന്റെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് സാധ്യതകൾ തേടി അതിനനുസരിച്ച് ചികിത്സിക്കുക ഇപ്പം പലപ്പോഴും അങ്ങനെ കാണാറില്ല. ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനയ്ക്കോ കാര്യങ്ങൾക്കൊന്നും പോകാതെ തന്നെയാണ് പലപ്പോഴും ചികിത്സിക്കുന്നത് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സാറിന്റെ ഏതായിരുന്നു സാറിന് അങ്ങനെ തോന്നൽ? കൊയിലാണ്ടിയിലും പരിസരത്തും ഈ തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് നമ്മൾ പറയാം, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ചിലപ്പോൾ മലേഷ്യൻ പെട്ടിന്ന് പലരായിരിക്കും. എല്ലാവരും ഇത് തന്നെയാണ്. പനി വന്ന് കയ്യിൻ്റെ ഉള്ളിലും വായിലും കാലിനടിക്കൊക്കെ ചെറുപ്പ് ഉണ്ടാകുന്ന സുഖമാണ്. അത് ഏകദേശം ഒരു 10-20 കൊല്ലമായിട്ടേ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ മെഡിക്കൽ പഠിക്കുമ്പോൾ അതില്ല, കൊയിലാണ്ടി വന്നപ്പോഴില്ല, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കുറേ കേസ് ചുറ്റുപാട് വന്നു തുടങ്ങിയപ്പോൾ ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല, അത് നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പറ്റി റെഫറൻസ് എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഹാൻഡ് ഫുട്ട് ഒരു വൈറസ് ഡിസീസ് ആണെന്നുള്ളത്. അപ്പോൾ ഇതേ ഐറ്റം തന്നെ കോഴിക്കോട് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് പിന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നോട്ട് ചെയ്ത് പേപ്പർ മാതൃഭൂമിക്കാർ വന്നിട്ട് മനോരമ വന്നുകൊണ്ട് അത് കംപ്ലീറ്റ് റിസർച്ച് ചെയ്ത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ആണ്. പിന്നെ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് വളരെ വ്യാപകമായി തുടങ്ങി. പരന്ന് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരും, ഭയങ്കര വ്യാപകമായി നടന്നു. ചൈനയിൽ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് വന്നിട്ട് കുട്ടികൾ മരിച്ചാണ്. ചില വിർലൻഡ് വൈറസ് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല, മരിച്ചവരെ കേസസ് ഉണ്ട്. പിന്നെയാണ് എല്ലാ ഭാഗത്തും അതുപോലെ 10-20 കൊല്ലം കൊണ്ട് ഉണ്ടായതാണ്. ആദ്യം അത് കണ്ടുപിടിക്കാൻ പ്രയാസം വെച്ചാൽ ഇങ്ങനെ ബുക്കിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ അങ്ങനത്തെ കേസാണ്. അപ്പോൾ കോഴിക്കോട് നമ്മൾ എൻ്റെ പ്രൊഫസർ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ മൂപ്പർ ഇതായിരിക്കും അങ്ങനെ അങ്ങനെയാണ് അതും തന്നെ എളുപ്പത്തിൽ അതെല്ലാം കണ്ടുപിടിക്കും. പിന്നെ ഇപ്പോഴും വരുന്നുണ്ട്, ഇന്നും ഇന്നലെയും എല്ലാം ഞാൻ ദിവസം 2-3 കേസ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് തക്കാളി ഉണ്ടല്ലേ. അതത്ര മാരകമല്ല. ഇല്ല, മാരകമല്ല. ഈ വൈറസ് രോഗങ്ങൾക്ക് നമുക്കിപ്പോ ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടോ ശരിക്കും? സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് അല്ലാതെ എല്ലാം സിംറ്റമാറ്റിക്. പക്ഷെ വൈറസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ കാണുന്നത് ഇപ്പോഴും ചിക്കൻ ബോക്സ് നമ്മുടെ പണ്ടത്തെ പ്രിവെന്റീവ് അല്ല, വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഉണ്ടല്ലേ ആന്റിവൈറൽ സൈക്ലോവിയർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ആന്റിവൈറൽ. അത് തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറച്ച് വൈകിട്ടില്ല, ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് മാറും. അതിന് കല വരെ ഉണ്ടാവില്ല. ഏറ്റവും വലിയ പ്രധാനമായിട്ട് സംബന്ധിച്ചാൽ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു എന്ന് വരും. പക്ഷെ അതിന് കാരണം ഹാർട്ടിനെ ബാധിച്ചാൽ ചിക്കൻ ബോക്സ്. അപ്പോൾ ഈ ഹാർട്ടിന് ബാധിച്ചൊന്നും വരില്ല ചോദിച്ചത്. അതുകൊണ്ട് ചിക്കൻ ബോക്സ് വരുമ്പോൾ തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ആന്റിവൈറൽ വളരെ എഫക്റ്റീവ് ആണ്. അത് എത്രയോ കേസസ് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ശാസ്ത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, പക്ഷെ ശാസ്ത്ര ചിന്തയും ബോധവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വല്ലാണ്ട് പിറകെ പോകുന്നുണ്ട്. പിന്നെ അതിലൊന്നാണ് ഈ വാക്സിനെതിരെയുള്ള ക്യാമ്പയിനുകൾ വല്ലാതെ കേരളത്തിൽ നടക്കുന്നുണ്ട്, ഒരു വലിയ തോതിലുണ്ടായിരുന്നു. പിന്നെ മറികടക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമുക്കറിയാം പല രോഗങ്ങളെയും പ്രിവെന്റ് ചെയ്യുന്നതിൽ ഈ പ്രിവെന്റീവ് മെഡിസിന് വലിയ പങ്കുണ്ട്. സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ മുതലുള്ള അതിൻ്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഈ ആധുനിക ചികിത്സക്കെതിരെ ആസൂത്രിതമായ രീതിയിലുള്ള
പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം പ്രചരണങ്ങൾ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും? പ്രചരണം ഉണ്ടെങ്കിലും നമ്മള് അറിവ് വെച്ച് നമ്മളത് മാനേജ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ബോക്സ് ഇല്ലാതായി പോയത് എങ്ങനെ? സ്മോൾ ബോക്സ് ഏറ്റവും വലിയ മാരകമായ സുഖം. ആയിരിക്കും പിടിച്ചു കഴിഞ്ഞാൽ ആരും നെഗ്ലക്ട് ചെയ്ത് ഒന്ന് ആരും എടുത്തു വരില്ല, അങ്ങനെ നരകിച്ച് മരിക്കുന്ന സുഖട്ട. ശരിക്കും ചെറുപ്പത്തിൽ അതിന്റെ വാക്സിൻ ചെയ്ത് പറഞ്ഞു. ഇവിടെ ഈ കയ്യിൽ ഒരു അച്ചു കുത്ത്, അതിന്റെ പേര് സ്കൂൾസിലെല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ എനിക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നതിന് ശേഷമാണ് ഈ സ്മോൾ ബോക്സ് എന്നത് ഇല്ലാതായിപ്പോയി. ഈ ചിക്കൻ ബോക്സിന് അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ അടുത്ത കാലത്താണ് സൈക്ലോവിയർ ഗുളിയും വന്നത്, ആന്റിവൈറൽ ഗുളിയും വന്നത്. അതുപോലെ വാക്സിൻ ഉണ്ട്. വാക്സിൻ കുട്ടികൾക്ക് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞാൽ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ കൊടുക്കും. അതുകൊണ്ട് ഇതിൽ നിന്നുള്ളതെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പിന്നെ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പണ്ടുണ്ടായത് 3 തരത്തിലുള്ള സുഖാട്: ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടസ്. അതായത് ഡിഫ്തീരിയ തൊണ്ടവീക്കം വന്ന് ഹാർട്ടിനെ ബാധിച്ച് മരിക്കുന്ന എത്രയോ കുട്ടികൾ ആ സമയത്തുണ്ട് പണ്ട് കാലത്ത്. അതുപോലത്തെ ടെറ്റനസ്, ഈ ജ്വരം പോലെ വന്നിട്ട് അതിന് പോയിസൺ കൊണ്ട് നെർവിനെ ബാധിച്ചിട്ട് കൺവേർഷൻ അടിക്കുക, അങ്ങനെ മരിക്കുന്നത്. പിന്നെ ഊപ്പിംഗ് കപ്പ്, 90-ാം കൊര എന്ന് പറയും. കുറച്ച് കുട്ടി എല്ലാം കൂടി തലയിൽ 90-ാം കൊര കൊറ്റ വില്ലഞ്ചുമാ. അത് തലയിൽ വരെ ബ്ലഡ് ഇറങ്ങും, കണ്ണിൽ ബ്ലഡ് ഇറങ്ങി ചുവന്ന കണ്ണുകൂടി കുട്ടികൾ ധാരാളം പേര് കണ്ണ് എല്ലാം ബ്ലഡ് ഇറങ്ങിയിട്ട് അത്ര സിവിയർ ആയിട്ടുള്ള വേറെ എവിടെയും കാണും. ഇപ്പൊ ഇത്ര ഞാൻ അങ്ങനത്തെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 10-25 പോലെ. കാരണം പണ്ട് കാലത്തെ തന്നെ DPT വാക്സിൻ കൊണ്ടാണ് ഇതൊക്കെ ഈ 3 സുഖം. അതുപോലെ പോളിയോ നമ്മളുള്ള സമയത്ത്, കൊയിലാണ്ടിന്റെ സമയത്ത് എത്ര പേർക്ക് പോളിയോ പിടിച്ച് കാണുന്നില്ല. കുറെ പേര് കൈ കാലം തളർന്നു പോയിട്ടുണ്ട്. പോളിയോയും നമ്മളെ ഇതിന്റെ നെർവ്സിനെയും സ്പൈനിനൊക്കെ ബാധിച്ചാൽ ഈ പാരാലിസിസ് പോലെയായി, സംസാരിക്കാൻ പറ്റൂല, ശ്വാസം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയും മരിച്ചു. അങ്ങനെ കുറെ കുട്ടികൾ മരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇല്ലാതാക്കിയത് ഈ ഇങ്ങനെയുള്ള വാക്സിൻ. അതുകൊണ്ട് വാക്സിൻ എതിരായിട്ട് പറയുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയാം. ഇവിടെ തന്നെ കോവിഡ് വാക്സിൻ തന്നെ 3 പ്രാവശ്യം കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ക്ലോട്ടിങ് കൂടുതൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചാരണമുണ്ട്. പക്ഷെ ചിലപ്പോഴുണ്ടാവുക അതൊന്നും സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് കോവിഡ് ഉണ്ടായ സമയത്ത് ജനങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗ്ഗമില്ലായിരുന്നു. അസുഖങ്ങളെ കുറിച്ച് സാർ പറഞ്ഞപ്പോഴേ, ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ നിന്ന് നമ്മുടെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അസുഖങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. പഴയ കാലത്ത് കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഡയറിയ, കരപ്പൻ, അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്തരം അസുഖങ്ങളില്ല. അപ്പൊ ഈ അസുഖങ്ങളുടെ കാരണങ്ങളിൽ നമ്മുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കനുസരിച്ച് അസുഖങ്ങളിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുണ്ടാവും സാറിന്റെ ഒന്ന് പറയാമോ? തീർച്ചയായും. ചില നമ്മുടെ കുട്ടികളുടെ ഇതുണ്ടല്ലോ, ആരോഗ്യം ശരിയാവും. ചില ശരിയായ പ്രോട്ടീൻസ്, പണ്ട് പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ പറഞ്ഞിട്ട് ഒരു പരിപാടി, കോഴ്ചിയർക്കാർ മനാസ്പത്രിയൊക്കെ. അപ്പൊ അത് വന്നാല് നമ്മുടെ അത് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ പ്രതിരോധ ശക്തി എല്ലാം പോകും. അപ്പൊ എന്ത് സുഖം വന്നാലാണ് ഞാൻ എത്രയോ, നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു വാർഡ് ഉണ്ടായിരുന്നു, കോഴ്ചിയർക്കാർ വാർഡ്. ഞാൻ അവസരം ചെയ്യും, ഒരു വാർഡിൽ നിറയെ ഈ കുട്ടികളായിരിക്കും. ഈ ദാരിദ്ര്യത്തിന്റെ ഇവിടെ ഇതൊന്നും എല്ലും തൊലി മാത്രമേ ഉണ്ടാവും, തല മാത്രം വലുതായി കാണും. നമുക്ക് തന്നെ ഒരു പേടിയാണ് ഈ കുട്ടികളാണ്. ഇപ്പോഴും കാണില്ല. ഇപ്പൊ എല്ലാവർക്കും വേണ്ട ഭക്ഷണം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് മാറി ജീവിതശൈലി. അതുപോലെ തന്നെ അതിൽ ധാരാളം വ്യത്യാസം വന്നല്ലോ. അതുപോലെ തന്നെ വയറിളക്കം കൊണ്ട് മരിക്കുന്നത്, വയറിളക്കം കൊണ്ട് പണ്ട് വേഗം മരിക്കാൻ. പക്ഷെ ഇപ്പം എല്ലാവരും ORS സാധനം കണ്ടുപിടിച്ചു. ORS ഈ നൂറ്റാണ്ടിലെ വലിയ കണ്ടുപിടുത്താന്ന് എല്ലാവരും പറയാം. അപ്പൊ ഇത് വരുമ്പം തന്നെ ORS കലക്കി കൊടുക്കാതിന്റെ എല്ലാ ട്രെയിനിങ് സെന്ററിലും PSCയിലും അംഗൻവാടികൾക്ക് ഇവർക്കെല്ലാം അറിയാം. അപ്പൊ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും പുതിയ വെല്ലുകളിൽ വേറെ രീതിയിൽ വരുന്നുണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ കോവിഡ് വരുന്ന, ഇപ്പൊ പറയുന്ന എന്താ മങ്കി പോക്സ് ഇല്ലേ, നിപ്പ, ഡെങ്കു, നിപ്പ, ഇതെല്ലാം പുതിയ എലിപ്പനി പുതിയതാണോ? എലിപ്പനി ഞങ്ങള് മെഡിക്കൽ പഠിക്കുമ്പോൾ പഠിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബുക്കിലുണ്ട് ലെപ്റ്റോസ്പൈറോസിസ് ഇതൊക്കെ പറഞ്ഞു. അന്ന് പഠിച്ച, അന്ന് കേസില്ല. പിന്നെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലെപ്റ്റോസ്പൈറോസിസ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു? അല്ല, അന്നില്ലത്. അതിന്റെ സിംറ്റം കണ്ടാൽ മനസ്സിലാവും. അതിന് ജോണ്ടിസും മറ്റേതൊക്കെ ഉണ്ടാവും മൂത്രത്തിൽ. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനെ ഈ രീതിയിൽ ഫലപ്രദമായിട്ട് ഇത്തരം അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റാതായി പോകുന്നത്? വൈറസിന്റെ മ്യൂട്ടേഷനിൽ വരുന്ന മാറ്റങ്ങളാണോ? അതല്ല, നമ്മള് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. ഇപ്പോഴും ആൾക്കാർ ചളി വെള്ളത്തിലെല്ലാം കൂടി പണിയെടുക്കുന്നില്ലേ. അപ്പൊ അത് അതിന് മുമ്പേ ഈ ഡോക്സിസൈക്ലിന് ഒരു ഗുളിക കഴിച്ചാൽ ഇത് വരില്ല. അത് കഴിക്കാണ്ട് ആൾക്കാർ ഈ പാടത്തിൽ പണിയെടുക്കുന്നത്, അതാണ് പ്രിവെന്റീവായിട്ട് ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിക്ക് കൊടുക്കുന്നത്, ഡെക്സോ. അതിപ്പോഴും കഴിക്കാത്ത എത്ര ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇത് കാര്യമായിട്ട് വരിക. അപ്പൊ നമ്മൾ പ്രിവെന്റീവായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ ഒരു മാസ് എഡ്യൂക്കേഷനിൽ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് വരുന്ന ആളുകൾക്ക്
ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കി അങ്ങോട്ടൊന്ന് പറയാൻ പോലും അവസരം കൊടുക്കാതെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രം മനസ്സിലാകുന്ന ചില ഭാഷയിൽ എഴുതുന്നു. ഈ ഒരു ശൈലി പലപ്പോഴും ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് കാണുന്നുണ്ട്. പകരം ഇങ്ങനെ വരുന്ന രോഗിയോട് ആവശ്യത്തിന് സമയം എടുത്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കൂടി തലത്തിലേക്ക് ഓരോ ഡോക്ടേഴ്സും മാറുന്നൊരു കൾച്ചർ രംഗത്ത് വരണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് സാധിക്കില്ല. ഇത്രയധികം പേഷ്യൻസ് വരുമ്പോൾ ഈ ഒരു ദിവസം ഒരു ഡോക്ടർക്ക് തന്നെ 200-300 കേസ് നോക്കണം വെച്ചാല് അത് മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് അല്ല, കൊയിലാണ്ടി ഹോസ്പിറ്റലൊക്കെ ഇത് പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസം 500 നോക്കിയിട്ടുണ്ട്. അതായത് ആർക്കും ഡോക്ടറാകാം, അതിന് വലിയ കഴിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി രോഗനിർണയം എന്ന തലത്തിലേക്ക് എത്തുന്ന പ്രിസൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് സ്വയം നവീകരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടോ? ആ രീതിയിൽ മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരു രോഗിയെ കണ്ടിട്ടാണ് നമ്മൾക്ക് രോഗം എന്താണ് മനസ്സിലാക്കേണ്ടത്. ആ രോഗിയെ നോക്കിയിട്ട് കുറച്ച് കാര്യമായി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവന് വെറും പനിയാണോ, വെറും ഫ്ലൂ പയറാണോ, ടൈഫോയിഡ് പനിയാണോ, ഇതൊക്കെ ഏകദേശം നമ്മൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡെങ്കുപ്പനി മറ്റേതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സമയമെടുത്ത് നോക്കിയാൽ പറ്റും. ശരിക്കും അതാണ് വേണ്ടത്. പക്ഷെ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അത് വേണം. സാറേ ഇത് ഡെങ്കിപ്പനിയാണോ അല്ലെ ഇത് പനിയാണോ, അവര് വന്ന് ചോദിക്കും. നമ്മള് മറ്റേ മരുന്ന് എഴുതി കൊടുത്ത് അവരെ സാറേ ഇത് ഡെങ്കിപ്പനിയാണോ മറ്റേ പനിയാണോ ചോദിക്കും. അപ്പൊ അവരെ താല്പര്യത്തിന് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ ചെയ്യിക്കേണ്ടി വരും. പണ്ടത്തെ തലമുറ ആളുകളൊക്കെ ഒരുപാട് ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്നു. ഇന്ന് അത് നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ട് പോകുന്ന സാധനമല്ല. സെൻസസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ 79 വയസ്സേക്കാണ് മലയാളികളുടെ ലൈഫ് സ്പാൻ. പണ്ടൊക്കെ വളരെ കുറച്ചാണ്. പക്ഷെ എപ്പോഴും പറയുന്നത് പഴയ ആളുകൾ വളരെ ആരോഗ്യത്തോട് കഴിഞ്ഞു. ഇതെല്ലാവർക്കും അസുഖമാണ്. ഷുഗറും BP-യും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ പറയുന്ന ഒരു സാമാന്യവൽക്കരണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ട് തന്നെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുമോ? പക്ഷെ ഒന്ന് നമ്മുടെ ജീവിത ശൈലി തന്നെയാണ്. ചെറുപ്പം നമ്മളൊക്കെ ഇപ്പൊ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. ചിക്കനില്ല, മറ്റേതില്ല, അങ്ങനത്തെ ഇറച്ചികളൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ഒക്കേഷൻ ദിവസം ഒരു ചിക്കൻ പറ്റിട്ടു. പക്ഷെ ഇവിടെ ഡെയിലി ദിവസവും രാവിലെയും ഇവിടുത്തെ കുട്ടികളൊക്കെ ചില വീട്ടിലൊക്കെ രാവിലെയും ഉച്ചക്കും രാത്രി എല്ലാം ചിക്കനോ അല്ലെങ്കിൽ മട്ടണോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ജീവിത രീതിയിൽ വളരെ മാറ്റം. അതൊക്കെ തെറ്റായ രീതി തന്നെ. ഇപ്പൊ ആയുർവേദിക്കാരിക്കാരന് അവര് ശരിക്കും ഇതിനൊക്കെ വേണ്ട പത്യവും കഷായം പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് എന്റെ ചെറുപ്പത്തിലൊന്നും ക്യാൻസർ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള ഒരു സുഖം ഉണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് അതൊക്കെ അപൂർവ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ. ഇതിപ്പോ എല്ലാ ദിവസവും അല്ല, അത് നമ്മുടെ എല്ലാ വീട്ടിലും ക്യാൻസർ ഡയഗ്നോസിങ് കൂടിയത് കൊണ്ടാണോ? അതല്ല ഇതിലുള്ള ഈ ചേഞ്ച് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ച്. സാറ് ഈ ആരോഗ്യ രംഗത്ത് 19 വർഷക്കാലത്തിനിടയിൽ ഡോക്ടേഴ്സിന്റെ നിരവധി വേദികളുണ്ട്, IMA-ലുള്ള. അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു. 2 പ്രാവശ്യം IMA-യുടെ പ്രസിഡന്റ്. ഇവിടുത്തെ കൊയിലാണ്ടി IMA 50 വർഷത്തിനടുത്ത് കൊയിലാണ്ടിയിലെ ശിശുരോഗ വിദഗ്ധനായി പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന കൊയിലാണ്ടിയുടെ ജീവൻ മശായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഡോക്ടർ K. ഗോപിനാഥ് ആയിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ K. ഗോപിനാഥ് സാറിന് നന്ദി രേഖപ്പെടുത്തട്ടെ.